Praise the Lord. Hallelujah. ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം യുവയുടെ മണ്ണിൽ ആദ്യമായിട്ടാണ് കർത്താവിനെ അയക്കുന്നത്. ദൈവവചനം പറയുന്നു, ഒരു വഴി അടയ്ക്കുമ്പോൾ പല വഴികൾ അധികം തുറക്കുന്നു. ദൈവവചനം പറയുന്നു, പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഒരുക്കുന്ന ദൈവമാണ്. അടുത്തുള്ള രാജ്യത്തൊന്നും എന്നെ പുറത്താക്കി എനിക്ക് അവിടെ കയറാൻ കഴിയാത്ത നിയമങ്ങൾ ഗവൺമെന്റ് ഇട്ടപ്പോൾ പ്രിയ പാസ്റ്ററിലൂടെ ദൈവം തുറന്ന ഒരു പുതിയ വഴിയാണ്, ഒരു പുതിയ സീസൺ ആരംഭിച്ചതായിട്ട് ഞാൻ ഏകദേശം 23 മാസത്തോളം ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ ഖത്തറിന്റെ മണ്ണിൽ 8 വർഷത്തോളം ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്തൊരു ദൈവത്തിന്റെ ഭക്തനാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് ചിന്തിച്ച അനേക യുവാക്കന്മാർ ഒരുമിച്ച് വന്നു. വലിയ പബ്ലിക് മീറ്റിംഗ്സ് ഗവൺമെന്റിന്റെ പെർമിഷനോടെ ചെയ്യാനിടയായി. 4-5 വർഷമായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇവരെ എങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. 4 കുടുംബത്തെ അവർ ഡീപ്പോർട്ട് ചെയ്യും, എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും. 17 ദിവസത്തോളം ഡീപ്പോർട്ടേഷൻ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ദൈവം അത്ഭുതകരമായി കർത്താവിന്റെ അഭിഷക്തൻ അബ്രഹാം ഗുരുക്കസ്തോത്രത്തെ ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പേഴ്സണലി വലിയ പരിചയമൊന്നുമില്ല, റിലേറ്റീവ്സ് ആണ്. പക്ഷെ എന്റെ പപ്പായും കേട്ടാണ് ഒത്തിരി, ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു വഴി തുറക്കുവാൻ ദൈവം പ്രിയ അഭിഷക്തനെ ഉപയോഗിച്ചു തോന്നി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കും. ഈ റീജന്റെ ഉത്തരവാദിത്തത്തോടെ ദൈവമായിരിക്കുമ്പോൾ, ദൈവമാക്കി വെച്ചപ്പോൾ ഇവിടെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പാസ്റ്റർ സാമിനെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. യൗവനക്കാരനെ പോലെ ഓടി നടക്കാനൊക്കെ ഉള്ള ദൈവം വീണ്ടും ബലം നൽകി. കഴുകനെ പോലെ ബുദ്ധിക്ക് ഒരുക്കുന്ന ശക്തി ദൈവം നിറയ്ക്കട്ടെ. എന്റെ പ്രിയ അളിയൻ പ്രിയ ജോബൽ കടന്നു വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു, പേര് ശ്രീജിത്ത് കടന്നു വന്നിട്ടുണ്ട്. വെൽക്കം ചെയ്യാണ്. എന്റെ പ്രിയ അയൽവാസിയും നിലമ്പൂരുകാരനും എന്റെ സഹോദരി, എന്റെ വൈഫിന്റെ കസിനാണ് എബിൻ മിസ്ബ. അവരെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പ്രിയ വിവേകിനെ നിങ്ങൾക്കറിയാം, അദ്ദേഹം നേരത്തെ ഖത്തറിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പൗലോസ് തീമോഥെയോസ് പോലുള്ള ബന്ധമാണ്. തന്റെ സ്നാനമൊക്കെ വിറ്റ്നസ് ചെയ്യാനും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ തന്റെ ജീവിതത്തിൽ കാണാനൊക്കെ തന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൊക്കെ നല്ലതായിട്ട് കൂടെ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അഭിഷേകൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി, ഇന്ന് സന്ധ്യയെങ്കിൽ യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ വെട്ടിക്കെത്താം. ദൈവജനം 2-3 പേരുടെ നാമത്തിൽ എവിടെ വന്നാലും അവരുടെ മധ്യേ കടന്നു വരാം. അന്ന് പറഞ്ഞ ദൈവം ഇന്നും വിശ്വസ്തൻ. യേശു വാക്ക് മാറ്റിയിട്ടില്ല, മാറത്തുമില്ല. ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥകൾ മാറും. യേശു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തത് ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. എന്നാൽ യേശുവിനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആയിരിക്കാം. നമുക്ക് സങ്കീർത്തനം 34-8 വാക്യം വായിക്കാം. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഓ രാമ ശാന്ത. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ.
രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ വചനം തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാണ്. അങ്ങയുടെ വചനം സന്ധി മജ്ജകൾക്ക് ബലം നൽകുന്നതാണ്. അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അങ്ങയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നതാണ്. അങ്ങയുടെ ശബ്ദം മരത്തിന്റെ തോലിരിക്കുവാൻ ശക്തിയുള്ളതാണ്. അങ്ങയുടെ ശബ്ദത്തിന് മുമ്പിൽ ചില സൃഷ്ടികൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ജഡമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങ് ഇന്നും ഞങ്ങളുടെ കൂടെ ആത്മാവിൽ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി വലിയ വിടുതലും വലിയ ദൈവപ്രവൃത്തിയുമാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ എന്തെങ്കിലും ഒന്ന് രുചിച്ചു നോക്കണമെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, അത് കഴിച്ചാൽ നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല, അല്ലേ? വിഷമാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കോ? ഇല്ല. കാരണം നമുക്ക് അറിയാം അത് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക. അപ്പൊ നമുക്കൊരു വിശ്വാസമുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ വചനം എന്താ പറയുന്നത്? യഹോവ നല്ലവനാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് രുചിച്ച് തന്നെ അറിയണം. ചില കാര്യങ്ങളൊക്കെ എത്ര പഠിച്ചാലും എത്ര ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാലും അത് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാകത്തില്ല. അത് നമ്മൾ രുചിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ എനിക്കറിയത്തില്ല, മിഡിൽ ഈസ്റ്റിലെ കൾച്ചർ അനുസരിച്ച് പല പല ഫുഡ് വിവിധമായുണ്ട്. പക്ഷെ നാട്ടില് എപ്പോഴും നമ്മൾ പറയുന്നത് പൊറോട്ടയും ബീഫും കഴിക്കണമെന്നാണ്. അതിന്റെ കൂടെ കട്ടൻ ചായ, അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പൊ പൊറോട്ട ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പൊറോട്ടയും ബീഫ് ഒരിക്കലും കഴിക്കാത്ത ഒരാളോട് പറയണം പൊറോട്ടയും ബീഫ് എന്നാ ടേസ്റ്റാന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവും? മനസ്സിലാകത്തില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ദൈവവചനം പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത് എത്രത്തോളം നല്ലതാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ഈ അനുഭവങ്ങൾ നമ്മളെ യഹോവ നല്ലവനാണെന്നാണ് മനസ്സിലാക്കി തരുന്നത്. എന്റെ പിതാവ് പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് എനിക്കതിന്റെ രുചി മനസ്സിലാവൂ? ഇല്ല. ഞാൻ തന്നെ കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കളൊക്കെ കർത്താവിനെ രുചിച്ചറിഞ്ഞവരാണ്. പക്ഷെ അടുത്തൊരു ജനറേഷൻ, അടുത്തൊരു തലമുറ യേശുവിനെ രുചിച്ചറിഞ്ഞാൽ മാത്രമേ, യേശു നല്ലവനാണെന്നുള്ള അനുഭവം അവർക്കുണ്ടെങ്കിൽ മാത്രമേ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ആദ്യത്തെ കുഞ്ഞിനെ സ്കൂളിൽ അഡ്മിഷന് ചേർക്കാനുള്ള സമയമായപ്പോ എന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീ സ്കൂളിൽ പോകുന്ന സമയത്ത് 100 രൂപയുടെ അലൂമിനിയം പെട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിലും ബാഗൊക്കെ നീ വാങ്ങിച്ചോ? ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ അനുഭവിച്ച ചലഞ്ച് അല്ല എന്റെ കുഞ്ഞ് ഇന്ന് അനുഭവിക്കുന്നത്. അന്ന് എന്റെ മാതാപിതാക്കൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പപ്പായ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ ദൈവവചനം പഠിച്ച് ദൈവം മലപ്പുറത്ത് മലബാറിന്റെ മണ്ണിൽ സുവിശേഷ വേലയ്ക്ക് അയച്ചു. അതുപോലെ ദർശനവും കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയെ തനിക്ക് ദൈവം കൂട്ടായി പങ്കാളിയായി കൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരമില്ല, അല്ലെങ്കിൽ വീടിന്റെ വാടക വീട്ടിൽ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഇങ്ങനത്തെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു 100 രൂപയുടെ അലൂമിനിയം പെട്ടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു മാത്രം കർത്താവ് തന്നാൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവർക്ക് എങ്ങനെ ബാഗ് വാങ്ങിക്കുന്നത്? അപ്പൊ ആ ചലഞ്ച് അല്ല എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ബിർള സ്കൂളിൽ അല്ലെങ്കിൽ CBSE സ്കൂളിൽ വിടണോ അതോ കേംബ്രിഡ്ജ് സ്കൂളിൽ വിടണോ എന്നുള്ളതാണ് എന്റെ ചലഞ്ച്. ഇനി അടുത്ത തലമുറ വരുമ്പോ എന്താ ചലഞ്ച് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാ ജനറേഷനിലും നമ്മൾ കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയണം.
എന്നാൽ മാത്രമേ ആ ജനറേഷൻ യേശുവുമൊത്തുള്ള ഒരു അഭേദ്യമായ ബന്ധവും യേശുവുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ജേർണിയും അവർ രസിക്കത്തുള്ളൂ. പല ദൈവമക്കൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ പിതാക്കന്മാർ മാതാക്കൾ ഒക്കെ ഭയങ്കര കർത്താവിന് വേണ്ടി നിലനിൽക്കുകയാണ്. അവർ അനുഭവിച്ചാണ്. അടുത്തൊരു ജനറേഷൻ അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യാണ്? അവർ അഭിനയിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ജനറേഷൻ അത് അഭിനയിക്കുന്നത് അനുകരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷന്റെ കാര്യം പറയാതിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ജനറേഷനിലും നാം ദൈവത്തെ രുചിച്ചറിയണം. ഇപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവ നല്ലതെന്ന് രുചിച്ചറിയും. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ആരാണ്? ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും മനസ്സിനെ ഞാൻ ആദാമിന്റെ ഹവ്വയുടെയും ആ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ 33:6 മുതൽ, ആ വൃക്ഷം തിന്മാൻ നല്ലതെന്നും കാണാൻ ഭംഗിയുള്ളതെന്നും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ അവർ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഇവിടെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൗശലക്കാരനായ പിശാച് പാമ്പിന്റെ ശരീരം എടുത്തു. പിശാചിനൊരു ശരീരം വേണം. നമ്മുടെ ശരീരത്തെ നമ്മൾ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. ദൈവവചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലോ. നമ്മുടെ ഈ ശരീരത്തിന് എന്തിനാ പിശാചിന് വേണ്ടത്? കാരണം അവന് ശരീരമില്ല. അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ എന്ത് വേണം? ശരീരം വേണം. പക്ഷെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളും, എന്താ വെച്ചാൽ ഇംഗ്ലീഷ് പറയുന്ന ഹെവൻലി പ്രോപ്പർട്ടി, നമ്മൾ ദൈവരാജ്യത്തിന്റെ മുതലായി മാറുക. അപ്പോൾ തന്നെ നമുക്ക് ഫ്രീ വില്ലുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ദൈവവചനം പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചു ഉണർത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. രോഗം വരുമ്പോൾ പറയണം, യേശുവിന്റെ നാമത്തിൽ പിശാചെ രോഗമിടേണ്ട അല്ലെങ്കിൽ രോഗമിടേണ്ട ഒരു വേസ്റ്റ് പിന്നല്ല എന്റെ ബോഡി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ അസുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമുക്കിനി അധികാരം ഇല്ലെന്ന് തോന്നിയാൽ നമ്മുടെ പാസ്റ്ററെ വിളിച്ചോളം, പാസ്റ്റർ പ്രാർത്ഥിച്ച് അത് റിലീസ് ചെയ്തോളൂ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ മക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവവചനം പറയുന്നത്, നമുക്ക് രോഗത്തെ സൗഖ്യമാക്കുവാനും ഭൂതത്തെ പുറത്താക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അധികാരം എല്ലാ ദൈവമക്കൾക്കും തന്നിട്ടുണ്ട്. പക്ഷെ പലരും അത് തിരിച്ചറിയാതെ, അത് പ്രാക്ടീസ് ചെയ്യാതെ പലപ്പോഴും കഷ്ടത്തിലും വേദനയിലൂടെയും കടന്നു പോവുകയാണ്. ഇവിടെ പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇവർ ഓടി ഒലിക്കുക. അപ്പോൾ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം. പിശാച് പറയുന്നത്, നീ ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാവും. ഇപ്പോഴത്തെ ഐഡിയോളജി അങ്ങനല്ലേ? ദിസ് ഈസ് യുവർ ലൈഫ്, ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ, എൻജോയ് യുവർ ലൈഫ്. ഇത് നിന്റെ ജീവിതമാണ്, നീ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളൂ. ഒറ്റ ജീവിതമേ ഉള്ളൂ. എൻജോയ് യുവർ ലൈഫ്. there is only one life, enjoy it. ഇതാണ് നമ്മുടെ ഒത്തിരി യൗവനക്കാരും പറയുന്നത് കേൾക്കുന്നത്, അല്ലെ? പക്ഷെ ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരൊറ്റ ജീവിതം നമുക്ക് എത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്നാണ് ദൈവവചനം ദൈവമക്കളോട് അനുശ്വാസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ
ജീവിതത്തിൽ നമ്മളെ മോഹിപ്പിക്കുവാനും നമ്മളെ ജീവിതത്തിൽ തകർത്ത് കളയുവാനും നമ്മളെ കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാതെ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ, അതിനു പകരം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി നമ്മളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ വഴിയെ മാറ്റിക്കളയുവാൻ പിശാച് പലപ്പോഴും ഒരു കൗശലക്കാരനെ പോലെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇന്ന് രാത്രി പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നാം. ദൈവ ശബ്ദം കേട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രതിസന്ധികളും ഭാരങ്ങളും കണ്ട് പിന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ദൈവവചനം പറയുന്നു, നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പക്ഷെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം ഓരോരുത്തരും. നമുക്ക് വിശ്വാസം വേണം. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ഭക്തന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. നമ്മൾ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ പ്രവൃത്തിയൊന്നും അത് കാരണമല്ല, ദൈവത്തിന്റെ മഹാകൃപയൊന്നും മാത്രം. എനിക്ക് വേണ്ടി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചുവെന്നും എന്റെ പാപങ്ങൾ, എന്റെ രോഗങ്ങൾ, എന്റെ ശാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുമെന്നും ഞാൻ വചനം കേട്ടപ്പോൾ, ഹല്ലേലൂയ, വചനം സംസാരിച്ചപ്പോൾ, എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് പരിശുദ്ധാത്മാവ് ആ സത്യം വെളിപ്പെടുത്തി തന്നപ്പോൾ അതങ്ങനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് എന്നോട് കൃപയുണ്ടായി, ദൈവത്തിന് നമ്മളോട് കൃപയുണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ അവളുടെ ഉദരത്തിൽ യേശു ജനിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം കൃപ നൽകിയപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും യേശുവിനെ ധരിക്കുന്നവരാണ്, യേശുവിനെ ക്യാരി ചെയ്യുന്നവരാണ്, യേശുവിനെ വെളിപ്പെടുത്തുന്നവരാണ്, യേശുവിന് പകരക്കാരായി നിൽക്കുന്നവരാണ്. നമ്മളെ കാണുന്നവർ നിശ്ചയമായി യേശുവിനെ കണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേകത 2 തിമോഥെയോസ് 2:13, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ദൈവത്തിന്റെ പ്രത്യേകത, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തൻ. നമ്മളൊക്കെ ചിലപ്പോൾ ഫെയ്ത്ത്ലെസ് ആവും, അവിശ്വസ്തരായിരിക്കാം. പക്ഷെ ദൈവത്തിന് തന്നെ സ്വഭാവം മാറ്റുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിലെ ജഡമോഹം, കർമ്മോഹം, ജീവിതത്തിലെ പ്രതാപങ്ങളൊക്കെ പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ പാട്ടുകാരൻ പാടുന്ന പോലെ, മണ്ണെ പ്രതി ഞാൻ മാണിക്യം എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല ഞാൻ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഒരു തീരുമാനമായി, നമ്മുടെ ഡീപ്പ് ഇൻ അവർ ഹാർട്ട്, because I love my Jesus. പ്രിയമുള്ളവരെ, നാം യേശുവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ in a crazy love. Amen. Hallelujah. യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ I am in a madly love or deeply love with Jesus. കാരണം ഞാൻ പാപിയായിരുന്നപ്പോൾ, എനിക്ക് ഒത്തിരി ബലഹീനത ഉള്ളപ്പോൾ, എനിക്ക് ഒത്തിരി കുറവുള്ളപ്പോൾ, ഞാൻ അത്ര ആർക്കും വലിയ പ്രധാനപ്പെട്ട ആളല്ലാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് ഒരു സംബന്ധവും ഇല്ലാതിരുന്നപ്പോൾ, ഞാൻ അന്ധകാരത്തിലായിരുന്നപ്പോൾ, പാരമ്പര്യ ബന്ധനങ്ങളുടെ ചങ്ങലകളാൽ പൂട്ടപ്പെട്ട് കടന്നപ്പോൾ, പിശാചിന്റെ അടിമയായിരുന്നപ്പോൾ, പിശാച് എന്റെ മേൽ വാണപ്പോൾ, അവന്റെ താല്പര്യമൊക്കെ എന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തപ്പോൾ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവപുത്രനായ യേശുവിനെ ഞാൻ എങ്ങനെ മറക്കും? ഹല്ലേലൂയ. അവൻ എന്നെ വിടുവിക്കുക മാത്രമല്ലായിരുന്നു, അവൻ എന്നെ സൗഖ്യമാക്കുക മാത്രമല്ലായിരുന്നു, അവൻ എന്നെ ജീവന്റെ പുസ്തകത്തെ പേരെഴുതുക മാത്രമല്ല
മാത്രമല്ലായിരുന്നു, എന്നെയും പിതാവിനെ ഒന്നാക്കി ചേർക്കേണ്ടതിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ശരീരം മുഴുവൻ എല്ലാ മുറിപ്പാടുകളും അത് കാണുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, എനിക്ക് കിട്ടേണ്ട ഓരോ അടിയും എനിക്ക് വേണ്ടി യേശു ഏറ്റെടുത്തു. ഞാൻ തകർക്കപ്പെടേണ്ട മണ്ഡലത്തിൽ എന്റെ യേശു തന്റെ ശരീരം വെച്ചു കൊടുത്തു, തന്റെ ജീവൻ വെച്ചു കൊടുത്തു. അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുക്കുവാൻ അവന് മടിയില്ലായിരുന്നു. ലോകത്തിന് എന്നെ വേണ്ടായിരുന്നു, എന്നാൽ എന്റെ ദൈവത്തിന് എന്നെ വേണമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ പോലെ അധമ ഭാഗ്യൻ വേറെയില്ല, നമ്മളെ പോലെ ഭോഷൻ വേറെയില്ല. എനിക്ക് വേണ്ടി മരിച്ച എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എനിക്കുള്ള ദിവസമൊക്കെയും ഓരോ നിമിഷവും ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. ജീവൻ വെച്ചിടും ഞാൻ എൻ രക്ഷകനായി എന്റെ അന്ത്യശ്വാസം വരെയും. ആ പാട്ട് എഴുതിയ ആ പ്രിയ സഹോദരിയെ തന്റെ 18ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ, തന്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, അന്നമാമൻ എന്ന സ്ത്രീ യേശുവിന് വേണ്ടി തന്റെ ജീവിതം കൊടുത്തപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് രാത്രി ഇറക്കി വിട്ടു. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഈ ഒരു 18 വയസ്സുകാരി ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അങ്ങ് ദൂരെ ഒരു വലിയ പള്ളിയുടെ മേളിലുള്ള ക്രൂശ് അതിങ്ങനെ തെളിഞ്ഞു കാണാം. താനിങ്ങനെ പാടുകയാണ്, യാത്ര ചെയ്യും ഞാൻ ആ ക്രൂശ് നോക്കി, ജീവൻ വെക്കും ഞാൻ എന്റെ യേശുവിനായി എന്റെ അന്ത്യശ്വാസം വരെയും. പ്രിയമുള്ളവരെ, അനേക രാജ്യങ്ങൾ ദൈവം തന്നെ അയച്ചു. ദൈവത്തിന്റെ വലിയ മഹത്വമുള്ള സാക്ഷിയാക്കി ദൈവം തന്നെ തീർത്തു. ഇന്ന് താൻ കർത്താവിൽ വിശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ യജമാനനോട് നമ്മൾ ചെയ്യുന്ന അന്യായമായി പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ച് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആഴമേറെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, എന്റെ ശരീരം, എന്റെ കണ്ണ്, എന്റെ ചിന്തകൾ, എന്റെ ജീവിതം, എന്റെ പണം, എനിക്കുള്ളതെല്ലാം അത് ദൈവ നാമ മഹത്വത്തിനായി, ദൈവ രാജ്യത്തിന്റെ വിസ്തീർണത്തിന് കാരണമായി. യേശുവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ഇഷ്ടം അത് സ്വർഗത്തിലെ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:15 ഇങ്ങനെയാണ് പറയുന്നത്, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ മാതാവായ ഹവ്വ അമ്മച്ചി അനുസരണക്കേട് നിമിത്തം, കഴിക്കരുതെന്ന് പറഞ്ഞ് രുചിച്ചത് നിമിത്തം നമ്മളെല്ലാവരും പാപികളെ. പക്ഷെ ഒരു മനുഷ്യനാൽ പാപം ഉണ്ടായെങ്കിൽ അതുപോലെ യേശു ക്രിസ്തു ഒരൊറ്റ മനുഷ്യനാൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടായി. നമ്മളിവിടെ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഹവ്വ ആദാമിന് കൊടുത്തു, ആദാം കഴിച്ചു, അന്നേരമാണ് രണ്ടുപേരുടെയും കണ്ണ് തുറന്നത്. കണ്ണ് തുറന്നപ്പോ അവർ നഗ്നരായി. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് വിവാഹ ജീവിതം ഭയങ്കര പ്രധാനമാണെന്ന് പറയാൻ കാര്യം, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെയ്ഡ് ബൈ ഗാഡ് ഹിംസെൽഫ്. ദൈവമിട്ട ആദ്യത്തെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രസ്ഥാനമാണ്, ആദ്യത്തെ ഒരു സംരംഭമാണ് കുടുംബജീവിതം. ഞാൻ എപ്പോഴും യേശു ക്രിസ്തുവിന്റെ കാനാവിലെ കല്യാണ വീട്ടിലെ ആ അത്ഭുതം, അല്ലെങ്കിൽ അത്ഭുതമല്ല, അടയാളങ്ങളുടെ ആരംഭം എന്നാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 2:9 മുതൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ ഭാഗത്ത് നമുക്ക് കാണാം, അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാൽ മണവാളനെ വിളിച്ചു. വീഞ്ഞായി തീർന്ന വെള്ളം, അത് ആക്ച്വലി എന്താണ്? വെള്ളമാണ്. പക്ഷെ അത് എന്തായി മാറി? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളെയും ദൈവ മഹത്വത്തോടെ ദൈവിക പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ യേശുവിന് ഇന്നും കഴിയും. ഒരു വീട്ടിൽ
നല്ലൊരു സന്തോഷമുള്ള പരിപാടിയാണ് വിവാഹം. അത്രയും നല്ലൊരു പരിപാടി നടക്കുമ്പം അവിടെ ഒരു ഷോർട്ടേജ് വന്ന് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് കഴിഞ്ഞ് എന്തോ ഒരു മോശം അല്ലെ. പിന്നെ ആ പേരിലായിരിക്കും ആ വീടിന് അറിയപ്പെടുന്നത്. ഹൃദയം തകർന്ന് ഭയങ്കര ഷെയിം, നാണം, അയ്യോ എന്ത് ചെയ്യുമെന്നറിയാതെ അവർക്ക് ഓടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വീണെന്നൊക്കെ പറഞ്ഞാൽ എത്ര നാളത്തെ പ്രോസസ് കൊണ്ടുണ്ടാകുന്നു. എവിടെ പോയി വാങ്ങിക്കും, എന്തോ ചെയ്യും. ഇങ്ങനെ നിരാശ നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ അവസ്ഥ. ഇന്ന് എന്നെ കേൾക്കുന്ന നിരാശ നിറഞ്ഞവരോട്, കലങ്ങിയവരോട്, ഭയപ്പെട്ട് നിൽക്കുന്നവരോട്, സങ്കടപ്പെട്ട് നിൽക്കുന്നവരോട്, ഒരു പ്രതീക്ഷയുമില്ല, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ യേശു അങ്ങ് ദൂരെയൊന്നുമല്ല, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവൻ വെള്ളത്തെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുവാൻ യേശു ദൂരെയല്ല, നിങ്ങളുടെ അടുത്തുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവേ, എന്റെ യേശുവേ, ഹല്ലേലൂയ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുവാൻ തയ്യാറാണ്. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് എത്ര പേർ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്തു തരുവാൻ കഴിയുന്ന സർവശക്തനായ അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ വിവേചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവേ, ഓ ഞാനിനി നാണം കെടുമോ എന്ന ഭീതിയോടെ ആയിരിക്കുന്ന ഹൃദയത്തോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിന്റെ ഭീതിയെ മാറ്റുവാൻ നിന്നെ നാണം കെടത്തില്ല. അയ്യോ, ഞാൻ നാണം കെട്ടു പോകുമോ, എന്റെ കുടുംബജീവിതം നാണത്തിലാകുമോ, ഞാൻ ദേശത്ത് അപമാനമായി പോകുമോ എന്ന് ഭാരപ്പെടുന്ന നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ജീവിതത്തിൽ ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകുകയാണ്. ചിലർക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ നിങ്ങൾക്ക് സാഹചര്യത്തിന്റെ അതിന്റെ ഗൗരവം അറിയാം. അത് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല കർത്താവെ, പക്ഷെ ഞാൻ നാണം കെടുമോ, ഞാൻ ഇനി അപമാനിതനായി നാട്ടിലോട്ട് പോകേണ്ടി വരുമോ, അയ്യോ കർത്താവെ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് വേണ്ടി ഈ വഴി തുറന്നു തരും, എനിക്ക് വേണ്ടി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരികയാണ്. അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത് പോലെ മണവാളനെ വിളിച്ച്, ഇതെവിടെയായിരുന്നു, എത്ര നേരം നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചതുപോലെ നിങ്ങളെ വിളിച്ചു ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു. സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ നാളെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അത്ഭുതത്തിന്റെ ഒരു സാക്ഷ്യമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് ശക്തമായ ഹൃദയങ്ങളെ വിജയിക്കുക. നിങ്ങളെ വിളിച്ച് ചോദിക്കാൻ പോവാ, ഇത് നിശ്ചയമായിട്ടും ഇത് മനുഷ്യനല്ല, ഇത് ദൈവപ്രവൃത്തിയാണ്. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ പറയണോ, ഇത് എന്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തു. ഇത്ര നല്ല നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു? ഇത്രയും നല്ല നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു? നല്ലത് കിട്ടണമെങ്കിൽ ഇച്ചിരി വില കൊടുക്കണം. ഹല്ലേലൂയ. ഈ 10 വർഷം ഇരുന്ന വീഞ്ഞുണ്ട്, 20 വർഷം ഇരുന്ന വീഞ്ഞുണ്ട്, 50 വർഷം ഇരുന്ന വീഞ്ഞുണ്ട്. വർഷം മാറുന്നതനുസരിച്ച് അതിന്റെ വില 10 വർഷം ഇരുട്ടത്തിരുന്ന വീഞ്ഞിന്റെ വിലയല്ല 50 വർഷം ഇരുട്ടത്തിരുന്ന വീഞ്ഞിന്റെ വില. ഇന്ന് രാത്രി ജീവിതത്തിൽ ഇത്രയും നാള് ഞാൻ ഇരുട്ടിലാണ്. അയ്യോ, ഞാനിതൊരു വെളിച്ചമൊന്നും കണ്ടില്ല കർത്താവേ.
പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ ഒരൊറ്റ വാക്ക് നിന്നെ മാറ്റുകയാണ്. നിന്റെ അന്ധകാരത്തെ പ്രകാശിതമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓ റമലമ ശംദുലലബ. ദൈവവചനം പറഞ്ഞു, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ നീ പ്രകാശിതമാക്കും. എന്നെയും നിങ്ങളെയും കത്തിക്കുന്നത് ഒരു മനുഷ്യനല്ല, ദൈവം കത്തിച്ചാൽ അത് കെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് കെടുത്തുവാൻ കഴിയുന്ന ഒരു ശക്തി ലോകത്തിലില്ല. ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അതാർക്കും അടക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെടുകയാണ്. മനുഷ്യന് ചെയ്തു തരാൻ കഴിയാത്തത് നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ദൈവം ചെയ്തു എന്ന് സാക്ഷ്യം പറയാൻ പോകുകയാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അത് കയ്യിൽ കിട്ടിയതുപോലെ അത് കണ്ടുകൊണ്ട് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഉടുപ്പ് വാങ്ങിച്ച് ആ കുഞ്ഞിന് പേരിട്ട്, ആ കുഞ്ഞെങ്കിൽ ആ കുഞ്ഞ്, പെൺകുഞ്ഞെങ്കിൽ പെൺകുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടി പേരിട്ട് ആ കുഞ്ഞിനെ വിളിച്ചു വരുത്തുന്നത് പോലെ, വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഹന്നയെ പോലെ കരയുന്ന ആ ഹല്ലേലൂയ മാതാവ് ഇങ്ങനെയാണ്. അവളെ ലോകവും പുരോഹിതരും തെറ്റിദ്ധരിച്ചപ്പോൾ അവൾ പറയാണ്, ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ. ഞാൻ എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. എന്നാൽ ദൈവമക്കളെ, ജീവിതത്തിൽ ഇരുട്ട് സംഭവിക്കുന്നത്, ചിലതിലൂടെ കടത്തി വിടുന്നത്, ഹന്നയുടെ ജീവിതത്തിൽ ദൈവം ചിലത് അടച്ചത് ശമൂവേൽ പുറത്തു വരാനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് അടച്ചത് എന്താണെന്നറിയാമോ? ആർക്കും ലഭിക്കാത്തത് ലഭിക്കുവാനാ. ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് പോകാനുള്ള വഴിയുണ്ടായിരുന്നു, എന്നാൽ ഞങ്ങളെ ചെങ്കടലിന് മുമ്പിൽ നിർത്തിയത് ആർക്കും തുറന്നിട്ടില്ലാത്തതുപോലെ. തുറക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. രാഹാബ് എന്ന വേശ്യ സ്ത്രീ അവരോട് പറയാണ്, നിങ്ങൾ വരുന്നത് കേട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. കാരണം ഇതാ വരുന്നു ഒരു 30 ലക്ഷം ജനം, ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു വരുന്നത് പോലെ ഇവർ ചെങ്കടലിനെ 2ആക്കിയാണ് കടന്നു വരുന്നത്. അയ്യോ, ഇതെന്തൊരു ജനം! അവർ വരുന്നു എന്ന് കേട്ടപ്പോൾ ദുഷ്ടാത്മ സൈന്യം, ഹല്ലേലൂയ, പിശാചിന്റെ മണ്ഡലങ്ങൾ ഉരുകാൻ തുടങ്ങി. ആരും നടന്നിട്ടില്ലാത്തതുപോലെ ആ സാധാരണ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തുന്നെങ്കിൽ നീ കാലുകുത്തുന്ന ദേശത്തിലെ അന്ധകാര ശക്തികൾ ഉരുകാൻ പോകുക. അയ്യോ, ഇവരുടെ മുമ്പിൽ ഞങ്ങളെങ്ങനെ നിൽക്കും? ഇവർക്ക് വേണ്ടി ചെങ്കടലാണ് വഴി മാറിക്കൊടുത്തത്. ഇവർക്ക് വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ മുമ്പിൽ എത്തിക്കൊടുത്തു. ഇവരുടെ ചെരുപ്പ് തേയുന്നില്ല, ഇവരുടെ വസ്ത്രം അണിയുന്നില്ല. ഇതെന്തോ ഒരു ജനമാണ്! ദൈവത്തെ അനുഭവിച്ചിട്ടുള്ള, ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഇന്നലെ നടത്തിയില്ലേ, ഇന്നും നാളെയും നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ വാക്ക് മാറ്റുവാൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന ഏത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 21:22, 21:21 വായിക്കുമ്പോൾ യേശു പറയാണ്, ഈ അത്തിയോട് ഉണങ്ങിപ്പോകാൻ നിനക്ക് ഫലമില്ലാത്തതുകൊണ്ട് നീ ആ സ്ഥലം ഒക്യുപ്പൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. നമ്മൾ ഫലം പുറപ്പെടുവിച്ചോ? ഫലം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ദൈവത്തിന് പ്രയോജനമില്ല. ദൈവത്തിന് പ്രയോജനം ഇല്ലാത്തവർക്ക് ദൈവം വാണിംഗ് കൊടുക്കും. വാണിംഗ് ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തോ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നല്ല രീതിയിലൊക്കെ പോയില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? ഫയർ ചെയ്യും, അല്ലേ? ചില നല്ല കമ്പനിയിലൊക്കെ 1, 2, 3 വാണിംഗ് ലെറ്റർ ഒക്കെ കൊടുക്കും. പിന്നെ ഓരോ പ്രവൃത്തി അനുസരിച്ചിരിക്കും. ഇന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാനുള്ളത്, വിശ്വസിച്ച് കൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ? നിങ്ങളിൽ പലരും യുഎഇയിൽ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനമാണ്. നിങ്ങളെക്കാൾ അത്ര മിടുക്കും കഴിവും ഒക്കെ ഉള്ളവർ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുമ്പോ ദൈവത്തിന്റെ മഹാസ്നേഹവും ദൈവ വിശ്വസ്തയും അല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ.
ഗർഭത്തിൽ സാലറി വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് നടത്തി തന്ന ദൈവമല്ലേ? പ്രിയമുള്ളവരെ, ദൈവം പറയണം വിശ്വസിച്ചാൽ നടക്കും. വിശ്വസിച്ചാൽ നടക്കും. യേശുവിന്റെ അടുക്കല് ഒരു മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ആ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പം ആ പിതാവ് യേശുവിനോട് പറയുന്നത്, നിനക്ക് കഴിയുമെങ്കിൽ ഇവനെ സൗഖ്യമാക്കണമേ. അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് ദൈവത്തിന്റെ യേശു പറയുന്നത്, എനിക്ക് കഴിയുമെങ്കിലോ. അതായത് യേശുവിന് അത്ഭുതമായി തോന്നി, എനിക്ക് കഴിയുമെങ്കിലോ എന്ന് ചോദിച്ചത്. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശു പറഞ്ഞു, ഞാൻ 3 ദിവസം കൊണ്ട് ഈ മന്ദിരം നിങ്ങൾ പൊളിച്ചു, ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പുറത്തു വരും. അവർ മുഴുവൻ സീലിംഗ് ചെയ്തു, പടയാളികളെ ആക്കി. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ദൈവിക വാക്തത്വങ്ങൾ കേട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞു മുന്നോട്ട് പോക്കണം. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യും. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവ മൊത്തത്തിൽ അടക്കി സീൽ ചെയ്തിട്ട് കാവലാക്കും. ഇനി നടക്കത്തില്ല. ഡെഡ് സിറ്റുവേഷൻ. മരിച്ച ഒരു ശവത്തിന് കാവലുമാക്കി. പക്ഷേ ദൈവജനം പറയുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലയോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാനുള്ളത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെന്ന്. മരിച്ചിരിക്കാൻ 3 ദിവസത്തെ സമയം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ പിന്നെ നിങ്ങൾ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലർ വാക്തത്വത്തിലേക്ക് പുറത്തു കൊണ്ടുവരികയാണ്. ഉറങ്ങിയിരിക്കാനുള്ളവരല്ല, മരിച്ചിരിക്കാനുള്ളവരല്ല, ജീവനിലേക്ക് വരാനുള്ളതാണ്, ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ളതാണ്. ഓ വചനം അനേക പ്രവാചകന്മാരാൽ പറഞ്ഞതൊക്കെയും നിവൃത്തിയാകേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതൊക്കെയും നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയ സഹോദരൻ, പരിശുദ്ധാത്മാവ് പറയാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കാണാൻ പോവുക, ദൈവപ്രവൃത്തികൾ കാണാൻ, അസാധ്യമെന്ന് നീ ചിന്തിച്ച കാര്യങ്ങൾ നീ സാക്ഷ്യം പറയാൻ പോവുക. ഇതെന്റെ ദൈവം ചെയ്തു എന്ന് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ദൈവത്തിന്റെ പറയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുക. മെഡിക്കൽ സയൻസിന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, സയന്റിഫിക് തിയറിക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, ലോക ജ്ഞാനത്തിന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായി തെരഞ്ഞെടുത്തതുപോലെ എന്നോട് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, നീ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തതുപോലെ പ്രിയ സഹോദരൻ, പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, ചിലരുടെ മുമ്പിൽ നീ ആശ്ചര്യചിഹ്നമായി മാറും, നീ അത്ഭുതമായി മാറും. ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണമായ രീതിയിൽ വെളിപ്പെട്ടു വരുന്നെന്ന് എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ കഴിയത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. നിന്റെ കണ്ണുനീർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അവന്റെ തുരുത്തിയിലാണ്. അത് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം വിശ്വസ്തനാണ്. അവൻ പക്ഷഭേദമുള്ള ദൈവമല്ല. ഓ ഹല്ലേലൂയ. ഓ രമാശ് സിസ്റ്റർ എഴുന്നേറ്റ് നിൽക്കാമോ? ഓ രമാശ ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ തെളിയിക്കാൻ പോകും. Why me Lord? എന്തുകൊണ്ട് ഞാൻ കർത്താവേ? എന്തിനെന്റെ ജീവിതത്തിൽ? എന്തുകൊണ്ട് എന്ന് നിന്റെ ചോദ്യത്തിന് എന്തുകൊണ്ടെന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ട് തെളിയിക്കാൻ പോകുക. കാനാവിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയത് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയതായതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം എന്തുകൊണ്ട് എന്ന് ചോദിച്ചത് അത് ദൈവനാമം മഹത്വത്തിനാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുക. ഓ എല്ലാവരും കരങ്ങളെ അടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുക.
യാക്കോബ് 4:3 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടത് വല്ലാതെ യാചിക്കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. കാറ്, വീട്, ജോലി, മക്കൾ, ഇതൊക്കെ പുറകെ വരുന്ന സംഭവം. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അതോടുകൂടി ഇതെല്ലാം നമ്മുടെ പുറകെ വരും. എന്റെ പുറകെ വരുന്ന സാധനത്തിന്റെ പുറകെ ഞാൻ പോയാൽ ഞാൻ നിന്ന് കറങ്ങത്തുള്ളൂ. എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. മൊത്തം കറക്കപ്പനിയായിരിക്കും, ജീവിതം മുഴുവൻ കറക്കമായിരിക്കും. കാരണം നമ്മുടെ പുറകെ വരുന്നതിന്റെ പുറകെ നമ്മൾ പോയാൽ ഈ പട്ടിയുടെ വാല് പിടിക്കാൻ വേണ്ടി പട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ കറങ്ങുന്നത് ഇതുപോലൊരു കറക്കമായിരിക്കും. പക്ഷെ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഇന്ന് സന്ധ്യയെങ്കിൽ നാം മനസ്സ് വെച്ചാൽ ചിലപ്പോ ദൈവം ചില പ്രോസസ്സിലൂടെ ഒക്കെ കടത്തി വിട്ടെന്ന് പറഞ്ഞേക്കാം, ചിലതിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിട്ടെന്ന് പറഞ്ഞേക്കാം. ഞാൻ ഈ ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്, ഞാൻ വീണ്ടും പറയാം. എന്റെ വിശ്വാസം തടി പോലെയാണെങ്കിൽ എന്റെ ചിന്തയിലിടത്തേ ഉള്ളൂ. എന്നാൽ ഞാൻ പൊന്നാണെങ്കിൽ എന്റെ ചിന്തയിലിടാൻ പറ്റത്തില്ല. എന്റെ തീക്കകത്തോട് തന്നെ ശോധന ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അത് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. ഓ, പൊന്നിനേക്കാൾ ഈ ലോകത്തിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാളും വലുതാണ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്തിന് മലകളെ നീക്കുവാൻ കഴിയും. ആ വിശ്വാസത്തിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശരീരഭാവനയിലോട് ഇത് സമഭൂമിയായി പോകുവാൻ കഴിയും. നിന്നെ വെല്ലുവിളിക്കുന്ന നിന്റെ കമ്പനി കൂട്ടോ, നിന്നെ ഞാൻ ഇവിടെ നാട് കടത്തുമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിന്നും അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഞങ്ങൾ ഖത്തറിലാകുന്ന സമയത്ത് ഒരു അറബി ചേഞ്ചിങ് എന്നുള്ള ലെറ്റർ കൊടുത്തു. അദ്ദേഹത്തെ നമ്മൾ കമ്പനിക്ക് ജോലിക്ക് എടുത്തു. പക്ഷെ ഈ പുള്ളി പോയത് അറബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കമ്പനി ജോലിക്ക് എടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സ് വർക്ക് ചെയ്യുന്ന ഒരു അറബിയാണ്. പിറ്റേ ദിവസം നമ്മുടെ കമ്പനിക്ക് അതിന് ഭയങ്കര പ്രശ്നം. നമ്മുടെ കമ്പനിയുടെ ഓണറോട് പറഞ്ഞു, നിന്റെ കമ്പനി ഞാൻ പൂട്ടിക്കും. ഒറ്റ കാരണം ഇവരെ ജോലിക്ക് എടുത്തു. വൈകുന്നേരം ഞാൻ നോക്കുമ്പോ കമ്പനിയുടെ മുതലാളി മുട്ടയിൽ നിന്ന് കൈ കോർത്ത് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ അങ്ങേക്കല്ലാതെ അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, പണമുണ്ട്, അത് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ ഫോണിൽ തുരുതുരാ ഫോൺ. അയ്യോ ദൈവമേ, രാവിലെ തന്നെ ഈ മനുഷ്യനോട് എന്തു പറയും. പുള്ളി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, പരിശുദ്ധാത്മാ തിരിച്ചു വിളിക്കാമോ? തിരിച്ചു വിളിച്ചപ്പോ അറബി പറയാം, നീ എന്നോട് ഒന്നും പറയണ്ട, അവനെ മാറ്റിക്കോ, പേപ്പർ കൊണ്ട് വന്നാൽ മതി, ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. അപ്പൊ ചോദിച്ചു, എന്നാ പറ്റി? ഞാനൊരു സ്വപ്നം കൊണ്ടു, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല, നീ പേപ്പർ കൊണ്ട് വന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം. ഒരൊറ്റ സ്വപ്നം കൊണ്ട് പുള്ളിയുടെ എല്ലാ മത്സരവും എല്ലാം മാറി. ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? പൂട്ടിക്കെട്ടുമെന്ന് ഇന്നലെ വാദിച്ച ആള് പറയാം, ഇന്ന് ഒരു കുഴപ്പമില്ല, നീ അവനെ എടുക്കുവോ അവനെ വിടുവോ? പുള്ളി ആ വിഷയം വിട്ടു. എന്തുവാ കാണിച്ചെന്നുള്ളത്, ദൈവത്തിന് എന്താ കാണിക്കണം എന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നേ. ദൈവവചനം പറഞ്ഞത് രാജാക്കന്മാരുടെ ഹൃദയം പോലും ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നേ. ആരെ നിയമിക്കണമെന്നും ആരെ മാറ്റണമെന്നും ദൈവമാണ് തീരുമാനിക്കുന്നത്. അഭിഷക്തൻ എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അഭിഷക്തന് വിരോധമായി രാജാക്കന്മാർ കൂട്ടം കൂടിയാലും ദൈവ പ്രവൃത്തിക്ക് ഒരിക്കലും അതിനെ നിർത്തുവാൻ കഴിയത്തില്ല. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം മതിയായവന്. ഹല്ലേലൂയ. ഈ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ തക്കണം, അത് തമ്മിൽ പ്രതികൂലമായിരിക്കും. അപ്പൊ നമ്മൾ ആത്മാവിന്റെ മൂവ് അനുസരിച്ച് പോകണം. ജഡം പറയാൻ ഇതാണ് നല്ലത്. അങ്ങോട്ട് നോക്കിയേ, നല്ല ദേശം. ലോത്ത് നോക്കിയതുപോലെ നല്ല ദേശം, വെള്ളമുണ്ട്, ആടിന് കൊടുക്കാം, വെള്ളവും പുല്ലുമല്ലോ വേണ്ടേ. പക്ഷെ അബ്രഹാം
ഇടത്തോട് വലത്തോട് നോക്കിയില്ല. അബ്രഹാം ദൈവത്തോട് നോക്കി, കർത്താവേ നീ പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങി തിരിച്ച്, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ അവനെ ദൈവം അയച്ചത് ഒന്നുമില്ലാത്തതാണ്. പക്ഷെ ഒന്നുമില്ലായ്മയിലും ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടോ? ആ സമൃദ്ധി, അവൻ കണ്ടിട്ടില്ലാത്ത സമൃദ്ധി ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. എല്ലാത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ ആരെയാ പേടിക്കുന്നേ? ഹല്ലേലൂയ. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധനോട് ചില മനുഷ്യ ഭീതി മാറുക. അയ്യോ, അവരെന്നോട് എന്ത് ചെയ്യും? ഇവരെന്നോട് എന്ത് ചെയ്യും? അവരെങ്ങനെ എന്റെ ജീവിതത്തിൽ പ്രതികരിക്കും? എങ്ങനെയായി തീരും? ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മനുഷ്യ ഭീതി ക്യാൻസൽ ചെയ്ത് പ്രവർത്തിക്കും. യഹോവ എന്റെ കൂടെ ഉണ്ട്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, യഹോവ എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എബ്രായ ലേഖനം 2:9. ഈ വാക്യം ഒന്ന് വായിക്കണേ. യേശു ഒരു കാര്യം ടേസ്റ്റ് ചെയ്തു. അതൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 2:9-10. ഒരു നിമിഷം. ദൈവകൃപയാൽ യേശു എല്ലാവർക്കും വേണ്ടി മരണം എന്ത് ചെയ്തു? ആസ്വദിച്ചു. ഇംഗ്ലീഷിൽ God tasted death എന്ന്. മരണത്തിന്റെ വെല്ലുവിളി, ഏറ്റവും വലിയ പേടി മനുഷ്യന് മരണം. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. യേശു ദൈവം എന്താണ് ആദാമിനോട് പറഞ്ഞ, നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കും. ദൈവമായിരുന്നവൻ, ദൈവത്തോട് കൂടെ ഇരുന്നവൻ, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദൂതന്മാരെ സൃഷ്ടിച്ചവൻ ദൂതന്മാരെക്കാളും താഴ്ന്ന് ഒരു മനുഷ്യനായി മാറി എന്നെയും നിങ്ങളെ പോലെ ജഡാവതാരം ധരിച്ചെന്ന്. ഹല്ലേലൂയ. സകലത്തെയും വാക്കുകൊണ്ട് സൃഷ്ടിച്ച, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിലും ഉണ്ടാക്കാം. പിതാവും പുത്രനും പരിശുദ്ധനും നമുക്ക് നമുക്ക്. ഹല്ലേലൂയ. ലെറ്റ് us എന്ന. ഹല്ലേലൂയ. അവിടെ യേശുവും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും ഒരുപോലെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും യേശു, ഹല്ലേലൂയ, ആ കരം കൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യനെ പോലെ ആരായി മാറി? നമ്മളെ പോലെ യേശു ഒരു മനുഷ്യനായി മാറി. And he tasted death. Hallelujah. വായിച്ചേ. അല്പം താഴ്ത്തി യേശു മരണം ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാഭം, സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ദൈവത്തിന്റെ യുക്തി അനുസരിച്ച് യേശു ക്രിസ്തു സകലവിധ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകണം, എന്നാലേ മഹത്വപ്പെടാൻ. യോഹന്നാന്റെ സുവിശേഷം എടുക്കണ്ട 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുന്നു, കർത്താവേ നീ എന്നെ മഹത്വപ്പെടുത്തണമേ. അടുത്ത ഭാഗം യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്, യേശുവിനെ നഗ്നനാക്കി നിർത്തുകയാണ്, യേശുവിനെ അടിക്കുകയാണ്, പിന്നെ ക്രൂശീകരണമാണ്. മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഒരു പ്രോസസ്സിലൂടെ പോകണം. പലരുടെയും പ്രശ്നം എന്താ പറയുക, മഹത്വം വേണം പക്ഷെ പ്രോസസ് വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ്, ഫോണ്, വാച്ച്, എന്താണെങ്കിലും ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലെ. OKC ടെസ്റ്റ് ചെയ്യാത്തത് 50% ഡിസ്കൗണ്ട് വിൽക്കാൻ പറ്റാലും പലർക്കും വേണ്ട. കാരണം ഇത് പൊട്ടിത്തെറിക്കില്ലെന്ന്, നമ്മുടെ ജീവനെ അവഹരിക്കില്ലെന്ന് അറിയത്തില്ല. ടെസ്റ്റ് ചെയ്താലേ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ. ഇന്ന് രാത്രി എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത് അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് എത്ര ജെന്റില അല്ലേ. നമ്മൾ ആവശ്യമില്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കും.
ഇല്ല. അവർക്ക് ഏറ്റവും ബെസ്റ്റ് വേണം. ഇങ്ങനെ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് നമ്മുടെ പ്രാർത്ഥന? എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവ് വരുമ്പോ എന്നെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എനിക്ക് ആത്മാവിന്റെ ഫലമുള്ളവനായി തീരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്റെ ഉള്ളിൽ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ നടത്തുന്നത് പിന്നെ എന്റെ ബുദ്ധിയല്ല, എന്റെ യുക്തിയല്ല, ഞാൻ പഠിച്ച തിയോളജി അല്ല, ഞാൻ പഠിച്ച വേറൊന്നുമല്ല. എന്നെ നടത്തുന്നത് ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ വിരോധമായി ചിലപ്പോ ചിന്ത വന്നാലും ആ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഹല്ലേലൂയ. ഓ രുചിച്ചു നോക്കി ഞാൻ നല്ലതാണെന്ന് മനസ്സിലാക്കി യഹോവ എനിക്ക് നല്ലവനാണ്. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. ശരണം എന്ന വാക്കിന്റെ അർത്ഥം അഭയം എന്നാണ്, വിശ്വാസം എന്നാണ്. നമുക്ക് ഒരിക്കലും വിശ്വാസം ഇല്ലാത്ത ഒരാളും അഭയം പ്രാപിക്കാറില്ല. ഓ നമ്മൾക്ക് ഒരിക്കലും വിശ്വാസമില്ലാത്ത ആരുടെയും അടുത്തുള്ള ശരണം പ്രാപിക്കാറില്ല. എന്നാൽ ഇന്ന് രാത്രി കരയുന്ന നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിന്റെ പ്രാർത്ഥന എന്തായി മാറട്ടെ? എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഈ ലോകത്തിൽ ദൈവഹിതം ചെയ്യുവാൻ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. എന്നെ വിളിക്കൊത്തവളെ എനിക്ക് ഓടുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പാമ്പുകളെയും ശബ്ദാദികളെയും ശബ്ദങ്ങളുടെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ അധികാരം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവോട് ശക്തിയോടും കൂടെ തന്നെ ഏൽപ്പിച്ച വേല ചെയ്തതുപോലെ നമുക്ക് ദൈവത്തിന്റെ പദ്ധതികൾ ചെയ്യുവാൻ ഈ യുവയുടെ മുന്നിൽ ദൈവത്തിന് വേണ്ടി അനേകരെ നേടിയെടുക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. ലോകത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് വേണം. പാപത്തെ ജയിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. പിശാചിനെ ജയിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും, എനിക്ക് അപ്പമല്ല, എനിക്ക് മുട്ടയല്ല, എനിക്ക് മീനല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എല്ലാവരും പ്രാർത്ഥിച്ച് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ഹല്ലേലൂയ. അപ്പനോട് മോൻ ചോദിച്ചാൽ കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ പിതാവിനോട് ചോദിച്ചാൽ അവന് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. കർത്താവേ, എന്റെ നാളത്തെ ജീവിതത്തില് ആ ചലത്തിന് ചാടി കടക്കുവാൻ എനിക്ക് ആത്മാഭിഷേകം വേണം. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഓ യേശുവേ, ഓ യേശുവേ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാലേ യേശു ക്രിസ്തു രുചിച്ചു നോക്കി അവന്റെ കൃപ എല്ലാ രാവിലെയും ഫ്രഷ് ആണ്. എന്നോട് ചേർന്ന് പാടി ദൈവത്തെ ബോധപ്പെടുത്തേണ്ട. നോക്കി ഞാൻ കർത്തൻ കൃപാലേ യേശു ക്രിസ്തു തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാലേ യേശു ക്രിസ്തു മാധുരമാ. ഇന്ന് രാത്രി എനിക്ക്
എന്റെ യേശുവിന് വേണ്ടി ജീവിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഞാൻ തൃപ്തനല്ല, എനിക്കുള്ളതുകൊണ്ട് ഞാൻ തൃപ്തനല്ല എന്നാഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കല ഉയരത്തിലേക്ക് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ, I want more of you, Lord. I want more of you, Lord. എനിക്ക് അങ്ങേ അധികം വേണം കർത്താവേ. I want more of you, Jesus. എനിക്ക് അങ്ങേ അധികം വേണം കർത്താവേ. എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ അത്യന്ത ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ. എന്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് പ്രയോജനപ്പെടട്ടെ. എന്റെ കുടുംബ ജീവിതം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കർത്താവേ, ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ എന്റെ സ്ഥാപനത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. എന്റെ സ്ഥാപനം എനിക്കൊരു അനുഗ്രഹമായി മാറട്ടെ. എന്റെ സഭ എനിക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ സഭയ്ക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ ഈ പട്ടണത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ എന്റെ അയൽവാസിക്കൊരു അനുഗ്രഹമായി മാറട്ടെ. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധാത്മാവിനെ അധികം വേണമെന്ന് ആഗ്രഹം. കൃപാവരം അന്യ ഭാഷ സ്പീക്കിംഗ് ടൈംസ് കിട്ടിയാണോ? ആഗ്രഹിക്കുന്ന അനുസരിച്ചൊന്നും കേറാൻ പറ്റുന്നില്ല. പല പിടിവണ്ടികൾ ഒന്ന് കഴിയുമ്പോൾ വേറൊന്നും മാറി മാറി ഒരു ഹുക്കിട്ട് പിടിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നെ കർത്താവ് കാണിക്കുന്ന രാത്രി ചെറുതിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുകയാണ്. എന്നെ കർത്താവ് കാണിക്കുന്ന ശരീരത്തിൽ കൊളുത്തിട്ട് കുറ്റിയടിച്ചു വെച്ചിരിക്കുന്നു. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് രാത്രി ആത്മാവ് നിന്നെ റിലീസ് ചെയ്യുക, നിന്നെ പൊട്ടിച്ച് പുറത്തു. ഹൃദയത്തിൽ നിന്ന് യേശുവിനോട് സംസാരിച്ചു. നിന്നെ ഇന്ന് കർത്താവ് കൊണ്ടുവന്നു, നിന്നെ തേടി കൊണ്ടുവന്നു. കൈവിടത്തില്ല, നിനക്കറിയാം. പക്ഷെ പലപ്പോഴും നിന്റെ ആഗ്രഹത്തിനൊത്തോടെ നിന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു, പക്ഷെ അതിന് ചെല്ലാൻ പറ്റുന്നില്ല. നിനക്ക് ഭയങ്കര ദാഹമുണ്ട്, വാഞ്ചയുണ്ട്, ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാണ്. എന്റെ കണ്ണുകളിലേക്ക് നോക്കി രണ്ട് കര ഉയർത്തി യേശുവിനെ ശ്രദ്ധിച്ചാൽ കർത്താവേ, ഈ കണ്ണിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന സഹോദരനെ മുന്നോട്ട് പോകാൻ കഴിയാതെ അവന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന, അവന്റെ ജീവിതം അവന്റെ വിളിയെ തെറ്റിക്കുന്ന, അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ തെറ്റിക്കുന്ന, എല്ലാ ജീവിതത്തിലും നന്മകളെ അനുഭവിക്കാതെ വണ്ണം അവനെ ഒഴിച്ചു കളയുന്ന ആ അന്ധകാര മണ്ഡലത്തിന് യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇവനെ അനുഗ്രഹിക്കപ്പെടും. ഇവൻ ശക്തനായി മാറും. ഇവൻ കർത്താവിനോട് പ്രയോജനപ്പെടും. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ ആവശ്യമുണ്ട്. ദൈവത്തിനെ ഉപയോഗിക്കും.
പരിശുദ്ധാത്മ പറയുന്നു. നന്നായിട്ട് നിരുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി യേശുവിനെ ചോദിക്കാനുള്ളത്, എനിക്ക് വേണ്ടി ജീവിക്കുമോ? ആരും തള്ളിക്കളയാലും നിന്ന് തള്ളിക്കളയാത്തൊരു ദൈവം. ദാവീദിങ്ങനെ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും മറന്നു, നീ എന്നെ ചേർത്ത് കൊണ്ടു. അപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്ന് ഓർത്ത് നീ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്നോട് നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു നീ ആഗ്രഹിച്ചിട്ടുണ്ട്. രാത്രി നിന്റെ ദിവസം you are back to track. നിന്റെ ദൈവം ദൈവത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ട് എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നിന്നെ കാത്തിരിക്കുന്ന യേശുവിനെ ഞാൻ കാണുകയാണ്. മോനെന്ന് വിളിച്ച് നിന്നെ കെട്ടിപ്പിടിക്കുന്ന യേശുവിനെ ഞാൻ കാണുകയാണ്. എനിക്ക് വേണമെന്ന് പറഞ്ഞ് വിതുമ്പുന്ന യേശുവിനെ ഞാൻ കാണുകയാണ്. രാത്രി ദൈവത്തിന്റെ ചരിത്രത്തെ മാറ്റും. അവനെ കൊള്ളത്തില്ലെന്ന് മനുഷ്യൻ മാറ്റി നിർത്തി. എന്നാൽ പ്രവാചകൻ അഭിഷേകം ഒഴിക്കാൻ കഴിയാത്തവരെ പിടിച്ചുകൊണ്ട് നിൽക്കുക. രാത്രി കർത്താവ് നിന്നെ പുതിയ എണ്ണത്തിൽ എത്തിക്കുക. രാത്രി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുക. രാത്രി കർത്താവ് നിന്നെ ശുശ്രൂഷക്കായി വേർതിരിക്കുക. അവന്റെ മുമ്പിൽ അവനൊരു ബാധനാണ്. അവന്റെ അപ്പന്റെ മുമ്പിൽ അവനൊരു ബാധനാണ്. അവന്റെ ചേട്ടന്മാരുടെ മുമ്പിൽ അവനൊരു യാതൊരു പ്രാഗൽഭ്യമില്ല. അവൻ ട്രെയിൻഡ് അല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനൊരു രാജാവായിട്ടാണ്. രുചിച്ചു നോക്കി ഞാൻ കൃപാകരേ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കൃപാകരേ യേശു ക്രിസ്തു മാധുര്യമാ. സംഭവിച്ചു. ചിലത് ചവച്ചു തുപ്പിയത് പോലെ കൈപ്പുള്ള ചെയ്യാൻ പാടില്ല. കൈപ്പ്, bitterness, വേദന. കർത്താവ് ബിറ്റർനെസ്സിനെ സൗഖ്യമാണ്. യേശു നിന്നോട് പറയാൻ നീ അവരോട് ക്ഷമിച്ചു. സാരമില്ല, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. ഇതൊന്നും ഭാരപ്പെടണ്ട. ഇതൊന്നും തിരിച്ചു ചെയ്യണ്ട, ഒന്നും തിരിച്ചു പറയുകയും വേണ്ട. പക്ഷെ മനഃപൂർവ്വം നീ ക്ഷമിക്കണം. ഇത് ക്ഷമിച്ചില്ലെങ്കിൽ അവർക്കല്ല പ്രശ്നം, നിനക്കാ പ്രശ്നം. ചിലപ്പോ അത് തികട്ടി വന്ന് നിന്റെ മൈൻഡിനെ മാറ്റിക്കളയും. ഞാൻ പറഞ്ഞത് ശരിയാണോ? ചില സമയത്ത് നിനക്ക് പോലും അറിയാതെ ഭയങ്കര ദേഷ്യവും അരിശവും, അത് നിന്നെ തന്നെ ഇഷ്ടമല്ല. കാരണം ഇത് ഈ കയ്പ് കയറി വരുന്നു. കയ്പിന്റെ സകല വേദികളിൽ യേശുവിന്റെ നാമത്തെ പുറത്താക്കുക. യേശുവിനോട് ക്ഷമിച്ചു മനഃപൂർവ്വമായ ക്ഷമ. അവനെ കാണുമ്പോൾ ചിരിക്കണം. സാധാരണമായി ആദ്യമായി കാണുന്നവരെ പോലെ സംസാരിച്ചു. നിന്റെ ജീവിതത്തിൽ വഴിത്തിരിവിന് കാരണമാണ്. ക്ഷമിച്ചില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നീ നിന്നെ തന്നെ ഒരു കേജിനകത്ത് ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് ആ താക്കോൽ ദൂരോട്ട് തന്നെ എന്ത് ചെയ്യും? ആരെയും നിന്നെ പുറത്തിറക്കാൻ പറ്റും? ആരെയും താക്കോൽ നിന്നെ തന്നെ പൂട്ടുന്ന ഒരവസ്ഥയാണ് ക്ഷമിക്കാതിരുന്നത്.
യേശു നിന്നെ ക്ഷമിക്കുന്നതുകൊണ്ട് യേശു പറയാ അവർ ചെയ്തത് അറിയാമെങ്കിൽ അവരോട് ക്ഷമിക്കണമേ. ആമേൻ. നിന്റെ ജീവിതത്തിലെ എല്ലാ കയ്പിനെ കർത്താവ് എടുത്ത് മാറ്റി ആ വേരോട് ബാല്യം മുതലുള്ളത് ബാല്യം മുതലുള്ളത് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കയ്പിനെ കർത്താവിനെ കാണിക്കും. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവോത്തരമാണ്. രാത്രി യേശു നിന്റെ ജീവിതത്തിലുള്ളത് നിന്നെ വിടുവിക്കാനാണ്. നിന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ നീ കാണാൻ പോകും. ഈ വരും ദിവസങ്ങളിൽ നീ ചെയ്യുന്ന എല്ലാ മേഖലയും നീ അത് കാണും. നീ നിനക്ക് തന്നെ ഭയങ്കര ഫ്രീഡം, നല്ല ഉറങ്ങും. അസ്വസ്ഥപ്പെടുന്ന സ്വപ്നങ്ങളൊക്കെ കർത്താവ് എടുത്ത് മാറ്റുക. നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന സ്വപ്നങ്ങളെ, വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പ്രിയ സഹോദരൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവ പദ്ധതിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. ദൈവ കൃപയാൽ അവർ അലങ്കരിക്കപ്പെടുന്നതിനായി സ്തോത്രം. വരും ദിവസങ്ങൾ ദൈവത്തിന്റെ മാന്യത അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നതുപോലെ, ജോസഫിനെ ആദരിച്ചതുപോലെ ദൈവം നിന്നെ വിളിച്ച് മാനിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. നീ വിചാരിക്കാത്തതുപോലെ ഒരു മാന്യത ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. നിന്നെ വിളിച്ചു വരുത്തി മാനിക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകും. നിന്നെ വിളിച്ചു വരുത്തി മാനിക്കാൻ പോവുക. നിന്നെ വിളിച്ചു വരുത്തി നിന്റെ കൈ തരാൻ പോകും. നിന്നെ വിളിച്ചു വരുത്തി ഓണർ ചെയ്യാൻ പോവാ. ജോസഫ് വിചാരിച്ചു ഞാൻ സ്വപ്നം നടക്കുന്നില്ലെന്ന്. ജോസഫ് വിചാരിച്ചു ഞാൻ ഇവിടെ വീരത്തിലുള്ളത്. ജോസഫ് വിചാരിച്ചു ഞാൻ അവസാനം ഇങ്ങനെയാണെന്ന്. എന്നാൽ ജോസഫിന്റെ ദൈവം നിന്റെ ദൈവമാണെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുക. നിന്നെ കൈവിടാത്തൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്.